തുറമുഖം കൊണ്ടുവന്നത് പുള്ളിയാണ്. ബൈപ്പാസ് അതെല്ലാം പുള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പം ശശി തരൂർ തന്നെ ജയിക്കണം. 3 വർഷം ഇവിടെ ഇരുന്ന് 3 ടൈം ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്തില്ല. ബാഴ്സലോണ 4 ആക്കുമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. പുള്ളി ഇവിടെ കാണാൻ പോലും ഇല്ലായിരുന്നു. ജയിച്ചു പോയി. അതിനുശേഷം MP ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് സത്യം. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത് ഇപ്പോഴാണ്. പിന്നെ എങ്ങനെ ജയിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. പ്രവർത്തനമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വ്യക്തിത്വം, ആളിൻ്റെ ആ വ്യക്തിത്വം ഇതൊക്കെ കൊണ്ട് നമ്മളത് ചെയ്യുന്നു. അവർ ശശി തരൂർ 15 വർഷം ചോദിച്ചിട്ട് എന്താണ് ഇവിടെ ഇപ്പം തിരുവനന്തപുരം കൊണ്ടും കൂടിയായിട്ട് കിടക്കുന്നത്. സ്മാർട്ട് സിറ്റി ആക്കുമെന്ന് പറയാം. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 4ാം തവണയും തിരുവനന്തപുരത്ത് മത്സരിക്കാനിറങ്ങുന്ന ശശി തരൂരിനെ കുറിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ മനസ്സിൽ ശശി തരൂർ എന്നുള്ള എംപിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്? കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ തുറമുഖം കൊണ്ടുവന്നത് പുള്ളിയാണ്. ബൈപ്പാസ് അതെല്ലാം പുള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പം ശശി തരൂർ തന്നെ ജയിക്കണം. അവർ ശശി തരൂർ 15 വർഷം ചോദിച്ചിട്ട് എന്താണ് ഇവിടെ ഇപ്പം തിരുവനന്തപുരം കൊണ്ടും കൂടിയായിട്ട് കിടക്കുന്നത്. സ്മാർട്ട് സിറ്റി ആക്കുമെന്ന് പറയാം. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പന്നിയും ജയിക്കണം. പന്നിയും ജയിക്കണം. നല്ല പ്രവർത്തനങ്ങൾ അങ്ങനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും പാവപ്പെട്ടവരെന്ത് കാര്യത്തിന് ചെന്നാലും അങ്ങനെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. തരൂരിന്റെ നിലവിലെ ഒരു MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വ്യക്തിത്വം, ആളിൻ്റെ ആ വ്യക്തിത്വം ഇതൊക്കെ കൊണ്ട് നമ്മളത് ചെയ്യുന്നു. സ്റ്റാൻഡേർഡും നല്ല അറിവും ബുദ്ധിയുള്ളതെന്ന് അതുപോലെ ചന്ദ്രശേഖരം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു സിറ്റിംഗ് MP എന്ന നിലയിൽ ശശി തരൂർ എങ്ങനെയുണ്ട്? എനിക്ക് അത്ര കറക്റ്റ് അഭിപ്രായം അറിഞ്ഞുകൂടാ. 3 വർഷം ഇവിടെ ഇരുന്ന് 3 ടൈം ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്തില്ല. ബാഴ്സലോണ 4 ആക്കുമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. പുള്ളി ഇവിടെ കാണാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ സമയത്താണ് വീണ്ടും കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ വരുന്നതാണ് നല്ലത്. ജയിച്ചു പോയി. അതിനുശേഷം MP ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് സത്യം. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത് ഇപ്പോഴാണ്. പിന്നെ എങ്ങനെ ജയിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. അതാണ് വാസ്തവം. വേറെ സാധ്യതയില്ലല്ലോ. തരൂരിന് സാധ്യതയുള്ളൂ. അദ്ദേഹത്തെ അധികം മണ്ഡലത്തിൽ കാണുന്നില്ല എങ്കിലും തരൂർ തന്നെ ജയിക്കും. അങ്ങനെയാണ് തോന്നുന്നത്. സിറ്റിംഗ് MP ആയ ശശി തരൂരിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഒരു പ്രവർത്തനമില്ല. എന്തോന്ന് പ്രവർത്തനം ആ മാസം ലൈറ്റ് വെച്ചാൽ മതിയാ. ഇവിടെ സാധാരണപ്പെട്ടവൻ്റെ കാര്യം തീരുമോ? അതിലൊന്നും ഒരു കഥയില്ല. പക്ഷേ അദ്ദേഹം ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ള ചാൻസ് കോൺഗ്രസ്സുകാർ തന്നെ കൊടുത്തിട്ടില്ല. നല്ലൊരു പ്രവർത്തകനായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. എങ്കിലും ഇപ്പോൾ ചാൾസ് ഇവിടെ 3 പ്രാവശ്യം ജയിച്ചു. വല്ല ഗുണമുണ്ടായ മ്യൂസിയത്തൊരു കാണ്ടാമൃഗം പോലും കിട്ടിയില്ല.